കുട്ടികളിനെയൊക്കെ വീടിന് പറഞ്ഞ് വെച്ചിട്ട് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയാണ്. വീട് എന്താ പറയും പോലെ ആദ്യമായിട്ടുണ്ടായിരുന്നു. മഞ്ഞ കളർ പെയിൻറ്റും ഇരുട്ടടഞ്ഞ പോലെ ഉണ്ടായിരുന്നു. ആരെയും വിളിച്ചൊന്നുമില്ല, ഞങ്ങൾ തന്നെ ചെയ്തു. ഒരു റൂമ് ഇതാ റൂമ്. ഇനിയിപ്പോൾ ഒന്ന് പോയി കുട്ടികളെ വിളിച്ചിട്ട് വരണം. അതൊരു റൂമ്. പിന്നെ ഇത് അടുക്കള. അങ്ങനെ ഗ്യാസ് കത്തിക്കുന്ന അടുക്കള. പിന്നെ ഞങ്ങൾ തൽക്കാലം നമ്മുടെ വിറക് കത്തിക്കാൻ എടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ എല്ലാവിടെയും ഒന്ന് വൃത്തിയാക്കി. കൊച്ചു കുട്ടികളല്ലേ, എന്നെ പൊടി തൂടിയിട്ട് പറഞ്ഞ വേണ്ട. ഇത് തൊഴുത്താണ് കേട്ടോ. ഞങ്ങൾക്ക് തൊഴുത്തൊക്കെ ഉണ്ടായിരുന്നു. മാടൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു. മാട് വളർത്തിയിട്ട് എനിക്ക് എന്താ പറഞ്ഞ പഞ്ചായത്തിൽ നിന്ന് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പഞ്ചായത്തിൽ നിന്ന് ഇതാണ്ട എനിക്ക് കിട്ടിയ അവാർഡ്. ഇത് ഫസ്റ്റ് കിട്ടി, നേരത്തെ സെക്കൻഡും കിട്ടി. മാടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തതാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടേ. പിന്നെ ഇവരൊക്കെ വലുതായിട്ട് വേണം ആദ്യം വാങ്ങണം. ഞാൻ എന്താ മൊത്തത്തിൽ എല്ലാവിടെയും അടിച്ചു. കിണർ, മതിൽ, ഗേറ്റ്. ഇനി കുറച്ച് പെയിൻറ്റ് വാങ്ങിച്ചിട്ട് ഗേറ്റൊക്കെ അടിക്കാനുണ്ട്. ഗേറ്റ് ഒന്ന് അടിക്കണം. വെളി മതിൽ നിറയെ പൂക്കളുണ്ടായിരുന്നു. അതാണ് നിറയെ പൂക്കളെല്ലാം ഭംഗിയില്ല കാണാൻ. ഇവിടെയൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞിട്ട് വൃത്തിയാക്കി ഇനി വരും. ഇതാണപ്പോൾ ഞങ്ങളുടെ വീട്. ഇനി ഇതിൽ കുറച്ച് പെയിൻറ്റ് വാങ്ങിച്ചിട്ട് ഗേറ്റിലും അടിക്കണം. പിന്നെ ഇതിൽ ബോർഡറും കൊടുക്കണം. ബോർഡർ കൊടുക്കണമെന്ന് ഭംഗിയുണ്ട്. അല്ലെങ്കിൽ പൂ കാണണം. ഈ പൂവിലൊക്കെ ഓരോ ബോർഡർ കൊടുക്കണം, എന്നാലും നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. പച്ചക്കറിയൊക്കെ മാറ്റി വെച്ചിട്ടാണ് അടിച്ചു വിട്ടത്. കുറച്ച് ദിവസമായി അത് കാരണം വീഡിയോ ഒന്നും എടുത്തില്ല, കുട്ടികളില്ലാത്ത കാരണമേ. എനിക്ക് 10-15 ദിവസമായി പോയിട്ട് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി കൂട്ടിയിട്ട് വരാൻ വേണ്ടിയിരുന്നാണ്. ഇനി ഇന്ന് പോയി വിളിച്ചിട്ട് വരണം കുട്ടികളെ. കാണാണ്ട് അത്തോ പോലുണ്ട്.